ആളുകൾ മൂന്ന് തരമാണ്. കാണുന്നവർ, കാണിച്ചു കൊടുത്താൽ കാണുന്നവർ, ഒരിക്കലും കാണാത്തവർ എന്ന ലിയനാർഡോ ഡാവിഞ്ചിയുടെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുള്ള് വിതർന്നവർ. അയാളെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം പരാതിയാണ്. വീടിന് മുൻപിലുള്ള വഴിയുടെ ഇരുവശവും മുൾച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അയൽ ഗ്രാമത്തിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള ഇടവഴിയായിരുന്നു അത്. യാത്രക്കാരുടെ ദേഹം മുള്ളുകൊണ്ട് മുറിഞ്ഞു. പലതവണ അവർ പരാതി പറഞ്ഞു. പിഴുത് കളയാമെന്ന് സമ്മതിക്കുമെങ്കിലും അയാൾ ഒന്നും ചെയ്യില്ല. നാളുകളായി പരിഹാരമാകാത്തത് കൊണ്ട് അവർ പ്രശ്നവുമായി ഗ്രാമത്തലവൻ്റെ അടുത്തെത്തി. അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ജനത്തെ ഉപദ്രവിക്കുന്നത്? ഉടനെ അവ പറിച്ചു കളയണം. എല്ലാം കേട്ട അയാൾ സമ്മതം മൂളി പുറത്തേക്കിറങ്ങി. മരവിച്ച മനസ്സോടെ ഏകനായി കഴിഞ്ഞിരുന്ന അയാൾ ഗ്രാമത്തലവൻ്റെ വാക്കുകളും അനുസരിക്കാൻ തയ്യാറായില്ല. മനസ്സ് കഠിനമായാൽ പിന്നെ ആര് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അനുകൂലവും പ്രതികൂലവുമായ ധാരാളം അനുഭവങ്ങളിലൂടെയാണ് ഓരോരുത്തരും തങ്ങളുടെ ജീവിതം മെനയുന്നത്. ലഭിക്കുന്ന അനുഭവങ്ങൾക്കനുസരിച്ച് മനസ്സും രൂപീകരിക്കപ്പെടും. നല്ല നിമിഷങ്ങൾ മനസ്സിനെ സന്തോഷഭരിതമാക്കും. തിക്ത അനുഭവങ്ങൾ കഠിനമാക്കും. കടന്നു പോകേണ്ടി വരുന്ന സഹനങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ അനുസരിച്ച് മാത്രം ചിന്തകളെയും പ്രവൃത്തികളെയും ക്രമീകരിക്കാനിരുന്നാൽ അവ അപക്വ വഴികൾ തിരഞ്ഞെടുക്കും. സഹിക്കേണ്ടി വരുന്നവർ തിരിച്ചും സഹനങ്ങൾ വിതറാൻ ശ്രമിക്കും. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആർക്കും മുൻകൂട്ടി മനസ്സിലാകില്ല. പക്ഷേ വന്നു ചേരുന്നവയോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് സ്വന്തം തീരുമാനമാണ്. മുള്ള് വിതറുന്നവരും മുല്ലപ്പൂ വിതറുന്നവരുമുണ്ട്. രണ്ടും മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ്. പൂക്കൾ വിരിക്കുന്നവരുടെ ജീവിതം പുഷ്പവൃഷ്ടിയാൽ സുന്ദരമായതുകൊണ്ടാകില്ല. അവരും ദുർനിമിത്തങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും ശരശയ്യയിൽ കിടന്നിട്ടുണ്ടാകും. പക്ഷേ തങ്ങളിൽ നിന്നും പുറപ്പെടേണ്ടത് സുഗന്ധവും സൽപ്രവൃത്തികളുമാണെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. മുള്ളു വിതറുന്നവർ അപരൻ്റെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. നൽവഴികളൊരുക്കാൻ കഴിയാത്തവരുടെ ശ്രദ്ധ കൽവഴികളൊരുക്കി കുപ്രസിദ്ധരാകാനാകും. എന്തിനാണ് മാർഗതടസ്സങ്ങളും മനോവേദനയും സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അന്ധകാരം നിറയ്ക്കുന്നത്? മിനുസപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും മോശമാക്കാതിരുന്നുകൂടെ? നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി, നമസ്കാരം.